ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഞാൻ വളരെയധികം റെയർ ആയിട്ട് പറയുന്ന ഒരു തരം സ്റ്റോറി, അതായത് ട്രഷർ ഹണ്ടിങ് സ്റ്റോറീസ്. നിങ്ങൾക്കാണെങ്കിൽ അതുപോലെയുള്ള കഥകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നാൽ അതുപോലെയുള്ള മൂവികൾ ഒരുപാടൊന്നുമില്ല. വല്ലപ്പോഴും ഇതുപോലെയുള്ള നല്ല മൂവികൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. സോ അതുപോലെയുള്ള ഒരു ട്രഷർ ഹണ്ടിങ് മൂവിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്പിയർ ഓഫ് ഡെസ്റ്റിനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, ഭാവിയെ വരെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പുരാണമായിട്ടുള്ള ഒരു കുന്തമാണത്. ഇതിപ്പോ നിലവിൽ ആരുടെ കയ്യിലുമില്ല. ഇത് 3 കഷ്ണമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്താണ്. ഒന്ന് ഒരു ലൈബ്രറിയിൽ, ഇതിന്റെ 2ാമത്തെ കഷ്ണം ആമസോണിലെ ഈ മായന്മാരുടെ പിരമിഡിന്റെ ഉള്ളിലാണ്. 3ാമത്തെ കഷ്ണം അങ്ങ് ഹിമാലയ പർവ്വതത്തിൽ ഏതോ ഒരു അമ്പലത്തിലാണ്. എന്തായാലും സ്പിയർ ഓഫ് ഡെസ്റ്റിനി തേടിക്കൊണ്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള കാർസൻ ഒരു യാത്ര ചെയ്യാൻ പോവാണ്. അവന്റെ കൂടെ തന്നെ ആ യാത്രയിൽ പല ആൾക്കാരും വന്ന് ചേരുന്നുണ്ട്. ചില ആൾക്കാർ നല്ലതായിരുന്നു, ചില ആൾക്കാർ ചതിയന്മാരായിരുന്നു. എന്തായാലും അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഈ ഒരു കഥയിലൂടെ തന്നെ മുഴുവനായിട്ടും കേൾക്കാം. സോ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഈ മൂവിയുടെ പേരാണ് ദ ലൈബ്രറിയൻ. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, കഥ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോട് ഒരു ജാമ്യം എടുക്കുകയാണ്. അതായത് നല്ല മഴയാണ് ഇവിടെ, തൊണ്ടക്കൊക്കെ ഭയങ്കര പിടുത്തം. ഇങ്ങനെ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ എനിക്ക് തൊണ്ട കടഞ്ഞു പോവുക. സംസാരിക്കുമ്പോൾ നാക്ക് പഴിച്ചു പോകുന്നുണ്ട്, അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് സ്ട്രെയിനും ഉണ്ട്. എന്നാലും ഞാൻ ഇന്നത്തെ വീഡിയോ മുടക്കുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ നാക്കൊക്കെ ഉളുക്കി പോകും. അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ ആരംഭത്തിൽ തന്നെ ഈജിപ്തിലെ ഒരു പിരമിഡ് കാണിക്കുകയാണ്. ആ പിരമിഡിന്റെ ഉള്ളിലൂടെ കുറച്ച് കുട്ടികളും അവരുടെ ടീച്ചറാണെന്ന് തോന്നുന്ന ഒരാളും കൂടെ അങ്ങനെ നടന്നു പോവാണ്. ഇയാളുടെ പേര് കാർസൻ എന്നാണ് നമ്മുടെ കഥയുടെ ഹീറോ. അപ്പൊ കാർസനോട് കുട്ടികൾ അതിന്റെ ഉള്ളിലെ ഓരോ ചിഹ്നങ്ങളും ഓരോ ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ കാർസന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു പിരമിഡിന്റെ ഉള്ളിൽ നിന്നും ഇവര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നോക്കുമ്പോൾ അത് ഒറിജിനലുള്ള ഗിസയിലെ ഈജിപ്തിലെ പിരമിഡ് ഒന്നുമല്ല. ഒരു മ്യൂസിയത്തിൽ ഇവർ താൽക്കാലികമായിട്ട് ശരിക്കുള്ള ഈജിപ്തിലെ ആ ഒരു കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ചെറിയ പിരമിഡാണിത്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം അതിന്റെ ആ ഒരു ഒറിജിനൽ കിട്ടാത്തത് കൊണ്ട് ഇവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത സാധനം തന്നെയാണ് ഏറ്റവും ടോപ്പിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഈ കാര്യമൊക്കെ പറഞ്ഞ് അവൻ പുറത്തേക്ക് വന്ന സമയത്ത് അവനെ കാത്തുകൊണ്ട് അവന്റെ ഹിസ്റ്ററി ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കാർസൻ ഒരു ടീച്ചറല്ല, ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് കരുതിയിട്ട് ചെറിയ പ്രായമൊന്നുമില്ല, 10-30 വയസ്സായിട്ടുണ്ട്. ഏകദേശം 22 ഡിഗ്രി അവൻ എടുത്തിട്ടുണ്ട്. 23ാമത്തെ ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ അവന്റെ ടീച്ചർ, അതായത് ഹിസ്റ്ററി ടീച്ചർ പറയണ, പൊന്നു മോനെ, ഈ പഠിച്ചതൊക്കെ മതി, ഇനി എങ്ങോട്ടേക്കാണ്, ഇനി എന്തെങ്കിലും ഒരു നല്ല ജോലി നോക്കിയിട്ട് ആ ഒരു ജോലിക്ക് പോകും. അതുകൊണ്ട് തന്നെ നീ ഇനി എത്ര പറഞ്ഞാലും ഈ വർഷം നിനക്ക് ഇനി ഇവിടെ അഡ്മിഷൻ കിട്ടില്ല, ഞാനത് ബ്ലോക്ക് ചെയ്തു. എന്തായാലും നല്ലൊരു ജോലിക്ക് ശ്രമിക്കടാ, നിനക്ക് അത്രയും ടാലന്റ് ഇല്ലേ. സത്യം പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഉണ്ടാക്കി വെച്ച പിരമിഡ് ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാർസൻ തന്നെയാണ്. അതുകൊണ്ട് ഈ മ്യൂസിയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പിരമിഡിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിന്റെ മുക്കും മൂലയും നന്നായിട്ട് തന്നെ കാർസന് നന്നായിട്ട് അറിയാം. എന്തായാലും ഈ വർഷം ഇനി അവന്റെ ഡിഗ്രിക്കൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്തെങ്കിലും പണിക്ക് ഓടാന്ന് പറഞ്ഞിട്ട് അവന്റെ മാഷ് തന്നെ അവനെ പുറത്താക്കിയിരിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയും ഇതേ കാര്യം തന്നെ പറയാണ്. ഇത്രയും പ്രായമായിട്ട് ഒരു വിവാഹം പോലും കഴിക്കാതെ അവനിങ്ങനെ ഒറ്റാന്തടിയായി നിൽക്കുന്നതിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അവനോട് അമ്മ പറയാണ്. അതുപോലെ കൂട്ടുകാരിയുടെ ഒരു മകളുണ്ട് കേട്ടോ, ചുമ്മാ അവളെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലൊന്ന് സംസാരിച്ചു നോക്കട്ടെ, സെറ്റ് ആവുകയാണെങ്കിൽ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാലോ എന്നുള്ള ആ ഒരു ധാരണയിൽ ഇതും പറഞ്ഞ് അവന്റെ അമ്മ നേരെ അടുക്കളയിലേക്ക് പോണ്. എന്ന് ഈ സ്ത്രീകളോട് സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മച്ചൻ അത്ര ഓക്കെ അല്ലായിരുന്നു. അറിയില്ല ഇതെങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകള് പകുതി ആയപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി. ഈ സമയത്ത് അടുക്കളയിലേക്ക് പോയ കാർസന്റെ അമ്മയുണ്ടല്ലോ, അവന്റെ ബുക്കുകൾക്കിടയിലായിട്ട് ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കാർസൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഏതൊരു പുസ്തകമെല്ലാം വായിച്ച് അത് നേരെ മേലേക്ക് വെക്കുമ്പോൾ എല്ലാ പുസ്തകം കൂടെ അവന്റെ മേലേക്ക് വീഴുകയാണ്. ഇതിനിടയിൽ നിന്നും ആ ഒരു കത്ത് അവന്റെ അടുത്തേക്ക് വീഴുന്നുണ്ട്. അവൻ തുറന്നു നോക്കുമ്പോൾ ആ കത്തിന്റെ 4 ഭാഗവും തിളങ്ങുന്നുണ്ടായിരുന്നു, ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏതോ ഒരു ലൈബ്രറിയിലേക്കുള്ള ഇന്റർവ്യൂവിന്റെ കാർഡായിരുന്നു അത്. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ അവൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നോക്കുമ്പോൾ എന്താ, ഒരുപാട് ആൾക്കാരാണ് അതിനുവേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവൻ ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിന്ന് അവസാനം അവന്റെ ആ ഒരു ഊഴം വന്നിട്ടുണ്ട്. എന്നാൽ അവന് മുന്നേ ആയിട്ട് പോയ സ്ത്രീ ഭയങ്കരമായിട്ട് കരഞ്ഞു വരുന്നത് കണ്ട് അവനാകെ പേടിച്ചുപോയി. അവനിപ്പോ ഇന്റർവ്യൂ വേണ്ടാന്നിട്ട് പോവാൻ നിൽക്കുമ്പോൾ എവിടുന്നാന്ന് അറിയില്ല ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നാൽ അത് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി. അവൻ നേരെ ഇപ്പോൾ ഉള്ളിലേക്ക് പോയി. നല്ല പ്രായമുള്ള ഒരു ഓൾഡ് വുമൺ ആയിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു വേണ്ടി നിന്നെ സെലക്ട് ചെയ്യണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കാർസൻ പറയാണ്, എനിക്ക് 22 ഡിഗ്രി ഉണ്ട്, എനിക്കതറിയാം, ഇതറിയാം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ഈ സ്ത്രീ പറയാണ്, ഇന്ന് ഞാൻ 500-ന് മേലെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു, അവരാരും പറയാത്ത വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ. ഇപ്പൊ കാർസൻ പറയാണ്, എനിക്കൊരു കാര്യത്തിലേക്ക് നോക്കി നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ദാ ഇപ്പൊ മേഡത്തിന്റെ കയ്യിൽ ആ ഒരു വെഡിങ് റിംഗ് ഇപ്പൊ നിലവിലില്ലല്ലോ, അതിനർത്ഥം അതിന്റെ ആ ഒരു പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 വർഷവും 2 മാസവും മുന്നേ മേഡം ഡിവോഴ്സ് ആയിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ മൂക്കിൽ ആ ഒരു പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ എവിടെയോ വെച്ച് മൂക്ക് ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിച്ച് കാർസൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഓൾഡ് വുമൺ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഇന്റർവ്യൂവിന് വന്ന എല്ലാ ആൾക്കാരോടും തിരിച്ചു പോയിക്കോ എന്ന് പറയാൻ വേണ്ടി പറയാണ്. ആ കൂട്ടത്തിൽ തന്നെ ഇത് കേട്ടപ്പോൾ നമ്മുടെ കാർസനും പോകാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ഈ ഓൾഡ് വുമൺ പറയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്,
അല്ല നിങ്ങളെല്ലാം എല്ലാവരോടും പോകാൻ പറഞ്ഞത് നീ അവിടെ നിൽക്ക്, നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ആ പറഞ്ഞത് ഈ ഓൾഡ് വുമൺ ആയിരുന്നില്ല, മറ്റൊരാളായിരുന്നു, കുറച്ച് പ്രായമുള്ള മറ്റൊരാൾ. ഇപ്പൊ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാർസനോട് പറയാണ് 6 മാസത്തെ ട്രെയിനിങ് നിനക്കുണ്ടാവും, അതിനുശേഷമായിരിക്കും നീ പെർമനന്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയനായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുക. ഓക്കെ സാർ, എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഓൾഡ് മാൻ പറയാണ് എന്നെ അങ്ങനെ സാറിനൊന്നും വിളിക്കണ്ട, എന്റെ പേര് വിളിച്ചാൽ മതി, ജാക്സൺ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാണ്. എന്തായാലും ഇപ്പൊ ഈ ഒരു ജാക്സൺ കാർസനെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന കുറെ ബുക്കുകളൊക്കെ വെച്ച ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഒരു ബുക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു ഡോറ് തുറന്നു വരുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് രണ്ടുപേരും കയറുകയാണ്. അതൊരു ലിഫ്റ്റ് ആയിരുന്നു. ഈ ലിഫ്റ്റ് കുറെ നേരമായിട്ട് അങ്ങനെ താഴേക്ക് പോവാണ്. ഏകദേശം ഭൂമിക്കടിയിലേക്ക് ഒരു 10 നിലയോ 10ൽ കൂടുതലോ നിലയോ താഴേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടാണ് ആ ഒരു ലിഫ്റ്റ് ഓപ്പൺ ആവുന്നത്. ഓപ്പൺ ആയി നോക്കുമ്പോൾ വലിയൊരു എന്താ പറയാ ഒരു ഹാള്. ആ ഹാളിൽ നിറയെ ഒരുപാട് പുരാതനമായിട്ടുള്ള കോടികൾ വിലമതിക്കാനാവാത്ത അത്രയും പുരാതനമായിട്ടുള്ള വസ്തുക്കളായിരുന്നു. ഇപ്പൊ അതിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോകൾ കാണാണ്. ഇതൊക്കെ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അതിന്റെ കോപ്പിയാണോ ചോദിക്കുമ്പോൾ ഈ ജാക്സൺ പറയാണ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ്. എന്ന കാർസൺ അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? പിന്നെ അതിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ ബോക്സ് കാണുകയാണ്. ഈ ജാക്സൺ മുന്നോട്ടേക്ക് പോയപ്പോൾ കാർസൺ പതിയെ അതൊന്ന് തുറന്നു നോക്കുകയാണ്. തുറന്നപ്പോ ഒരുമാതിരി പുക പോലെ കുറെ അധികം ആത്മാക്കള് അവനാകെ പിടിച്ചുപോയി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഈ ജാക്സൺ ആ ഒരു പെട്ടി മൂടി വെച്ചിട്ട് അവനോട് പറയാണ് ഒരു തവണ ഈ ഒരു പെട്ടി തുറന്ന് ഈ ആത്മാക്കളൊക്കെ രക്ഷപ്പെട്ടു പോയിട്ട് 1000 വർഷത്തോളം സമയം എടുത്തിട്ടാണ് ഈ ആത്മാക്കളെ മുഴുവനായിട്ടും ഇതിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അതുകൊണ്ട് അത് തുറക്കാൻ നിൽക്കണ്ട. ഇതിനുശേഷം മുന്നോട്ടേക്ക് പോയ സമയത്ത് ലൈബ്രറിയുടെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു പാറ കാണുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു വാള് കുത്തി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കാർസൺ പറയുന്നുണ്ട് ഇത് മറ്റേ ആ ഒരു കിങ് ആർതറുടെ ആ ഒരു വാളല്ലേ? ആ അത് തന്നെ, നീ അത് ഊരി നോക്കുന്നു ചോദിക്കുകയാണ്. അപ്പൊ കാർസൺ പറയണേ ഇല്ല, കാരണം വൃത്തിയായിട്ടുള്ള അതായത് പ്യൂർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു വാള് ആ ഒരു കല്ലിൽ നിന്നും ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ കൊണ്ട് അത് പറ്റും തോന്നില്ല, ഞാൻ വെറുതെ നാണം കെടാൻ നിൽക്കുന്നില്ല. പിന്നെയും മുന്നോട്ടേക്ക് പോയപ്പോൾ ദാണ്ടെ അവിടെ ഒരു കൂട് കാണുകയാണ്. ആ കൂടിനുള്ളിലായിട്ട് ഒരു താറാവ് ഉണ്ടായിരുന്നു. അതായത് സ്വർണ്ണമുട്ട ഇടുന്ന താറാവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സ്വർണ്ണമുട്ട അത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്ഭുതം തോന്നുകയാണ് നമ്മുടെ കാർസൺ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പം ഒരു കാര്യം ഈ ഒരു ജാക്സനോട് പറയാണ് എന്തായാലും ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ അമ്മയോട് ഞാൻ എല്ലാ കാര്യം വിശദമായിട്ട് പറയും. പെട്ടെന്ന് അവിടെ ആ ഒരു കല്ലിൽ കുത്തി നിന്ന വാളുണ്ടല്ലോ അത് പുറത്തേക്ക് തെറിച്ചു വന്നിട്ട് കാർസന്റെ കഴുത്തിൽ പോയി നിൽക്കുകയാണ്. ആകെ ഞെട്ടിപ്പോയ കാർസൻ ഇതെന്താ ഇങ്ങനെ വന്നിട്ട് എന്റെ കഴുത്തിൽ നിൽക്കുന്നത് ചോദിച്ചപ്പോ ഇവിടെ നടക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പുറത്തു പോയിട്ട് ആരോടും പറയാൻ പാടില്ല, അത് ഇവിടുത്തെ ഒന്നാമത്തെ റൂളാണ്. പിന്നെ ആ വാളിനോട് ഈ ഒരു ജാക്സൺ പറയാണ് എന്തായാലും ഒരു തവണത്തേക്ക് ക്ഷമിക്കുന്നു പറയാണ്. അങ്ങനെ ആ ഒരു വാള് പഴയതുപോലെ തന്നെ ആ ഒരു പാറയിൽ പോയിട്ട് കുത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ കാർസൻ അങ്ങനെ നോക്കി നടക്കുമ്പോൾ ഒരു ജെറ്റ് പാക്ക് പോലെയുള്ള എന്തോ ഒരു സാധനം കാണാണ്. അതിൽ ചുവന്ന ബട്ടൺ ഞെക്കിയപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായാൻ തുടങ്ങുകയാണ്. ഇതിന്റെ പിന്നാലെ നമ്മുടെ കാർസൻ പായുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മുടെ ഈ ജാക്സൺ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആൾക്ക് അത്യാവശ്യം ബുദ്ധി ഉണ്ടെങ്കിലും ബേസിക്കലി ഒരു മണ്ടനാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ജാക്സൺ വിചാരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ ആ ഒരു ജെറ്റ് പാക്കറ്റ് ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഇതിനുശേഷം അവിടെ വലിയൊരു ഫോട്ടോ കാണുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഫോട്ടോ ആരുടേതാണെന്ന് ഇപ്പൊ ഈ ജാക്സനോട് കാർസൻ ചോദിക്കുമ്പോൾ ജാക്സൺ പറയാണ് നിനക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയൻ ആണ്, പേര് കൈൽ എന്നാണ്. കൈൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അവനോടുള്ള ബഹുമാനാർത്ഥം ഇതുപോലെ ഫോട്ടോ ഇവിടെ വെച്ചത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ കാർസൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. അന്നേ ദിവസം രാത്രിയായപ്പോൾ ഈ മ്യൂസിയത്തിലെ ചില ബോഡി ഗാർഡ്സ് ബോധമില്ലാതെ കിടക്കുന്നത് ജാക്സൺ കാണുകയാണ്. ഉടനെ തന്നെ ജാക്സന്റെ തലയിലേക്ക് മടി കേൾക്കുന്നുണ്ട്. അധികം വൈകിയില്ല ചില കള്ളന്മാര് വന്നിട്ട് കാര്യമായിട്ടുള്ള എന്തോ ഒന്ന് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കള്ളന്മാരിൽ ഒരാളായിട്ടുള്ള ഒരു ലേഡി, കെല്ലി എന്ന ലേഡി ഒരു സാധനം കൊണ്ടുവന്നിട്ട് അവരുടെ ബോസ് ആയിട്ടുള്ള ആ മനുഷ്യന്റെ അടുത്ത് പറയാണ് അതിന്റെ ഒരു പീസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ബോസ് പറയാണ് ബാക്കിയുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഈ ഒരു ബോസിന്റെ കയ്യിൽ ഒരു പാമ്പിന്റെ ചിഹ്നം പച്ച കുത്തിയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ കാർസൻ ആ ഒരു ലൈബ്രറിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ജാക്സനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ വെള്ളം കുടഞ്ഞ് ബോധം തിരിച്ചെടുത്ത സമയത്താണ് ഇതുപോലെ ഒരു മോഷണ ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ CCTVയും കാര്യങ്ങളും നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭാവി കാലങ്ങളെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക കോലുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇവിടുന്ന് നഷ്ടമായിട്ടുള്ളത്. ഇത് കേട്ട സമയത്ത് കാർസൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന സ്പിയർ ഓഫ് ഡെസ്റ്റിനി അങ്ങനെ ഒരു സാധനം കാണാതായി എന്നാണോ പറയുന്നത്? പക്ഷെ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. ഈ സ്പിയർ ഓഫ് ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി ഒരു കെട്ടുകഥയാണ്, അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പൊ ജാക്സൺ പറയാണ് ഇല്ല അത് സത്യമാണ്. കാരണം അലക്സാണ്ടറോ അതുപോലെ തന്നെ ഹിറ്റ്ലർ ഇവരുടെയൊക്കെ കയ്യിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് വലിയ മഹായുദ്ധങ്ങൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് സമൂഹത്തിന് ഭയങ്കര ആപത്തായേക്കും എന്ന് കരുതിയ ചില ആൾക്കാർ അതിനെ 3 കഷ്ണമായിട്ട് വിഭജിച്ചു. അതിലൊരു കഷ്ണമാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ രണ്ടാമത്തെ കഷ്ണമുള്ളത് ആമസോണിലെ ഒരു കൊടും വനത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ്. എന്തായാലും ഇതിന്റെ ആദ്യ ഭാഗം മോഷ്ടിച്ചവര് ഇതെടുക്കാനായിട്ട് നേരെ ആമസോണിലേക്ക് പോകും, ആ കാര്യം ഉറപ്പാണ്. അതിന് മുന്നേ ആയിട്ട് കാർസൻ നീ അങ്ങോട്ടേക്ക് പോകണം, അത് കണ്ടുപിടിക്കണം. കാരണം ദുഷ്ടശക്തികളുടെ കയ്യിൽ ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനി ഒരിക്കലും പൂർണ്ണമായിട്ടും കിട്ടാൻ പാടില്ല. അപ്പൊ അങ്ങോട്ടേക്കുള്ള വഴികാട്ടിയായിട്ടുള്ള ഒരു പുസ്തകം കാർസന് ഇപ്പൊ ജാക്സൺ കൊടുക്കുകയാണ്. പക്ഷേ ആ പുസ്തകത്തിലുള്ള ഭാഷ എന്ന് പറയുന്നത് അത് പക്ഷികളുടെ ഭാഷയാണ്. ഞാനിത് പഠിച്ചെടുക്കാനായിട്ട് ഒരു 10-15 വർഷം എടുത്തു. എന്നാൽ നീ എങ്ങനെയാ പഠിക്കാന്ന് എനിക്കറിയില്ല, പോകുന്ന വഴിയിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുന്നു പറയാണ്. എന്തായാലും നമ്മുടെ കാർസൺ നേരെ ആമസോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അവൻ ആ ഒരു പുസ്തകത്തിലെ
പക്ഷികളുടെ ആ ഒരു ഭാഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന യാത്രക്കാരൻ ഭയങ്കര വിചിത്രമായിട്ട് തന്നെ കാർസനെ നോക്കുകയാണ്. ഇവനെന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് ലോകത്തില്ലാത്ത മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ്, ആ ഭാഷയാണ് കാർസൻ പഠിക്കാൻ നോക്കുന്നത്. ഇതേ സമയത്ത് തന്നെ കാർസന്റെ അടുത്തേക്ക് ഒരു ലേഡി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ലേഡി വന്നിരുന്നതിന് ശേഷം നമ്മുടെ കാർസൻ കറക്റ്റായിട്ട് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ഒരു ലാംഗ്വേജ് അവൻ ക്രാക്ക് ചെയ്യുന്നുണ്ട്, അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ അവനിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയാണ്, പക്ഷികളുടെ ഭാഷ അത് ഞാൻ പഠിച്ചേന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കാർസന്റെ അടുത്തേക്ക് വന്നിരുന്ന ഈ ഒരു ലേഡി ഉണ്ടല്ലോ, ഇവനെന്താ വട്ടാണെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പൈലറ്റ് വന്നിട്ട് ഈ ലേഡിയെ വിളിക്കുകയാണ്, ഒന്നിങ്ങോട്ടേക്ക് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എയർ ഹോസ്റ്റേഴ്സ് അതിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങളൊരു മിലിറ്ററിക്കാരനല്ലേ? അതേ എന്ന് അയാൾ പറയാണ്. അപ്പൊ നിങ്ങളല്ലേ ഈ ഒരു ഫ്ലൈറ്റിലെ എയർ മാർഷൽ എന്ന് പറയാണ്. അയാളും അതേ എന്ന് പറയുന്നുണ്ട്. എയർ മാർഷൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലൈറ്റിലും പോകുമ്പോൾ സമയത്ത് യാത്രക്കാരുടെ ഇടയിലായിട്ട് സെക്യൂരിറ്റിയെ പോലെ ഒരാൾ കയറിയിരിക്കും. അയാളുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളും ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഒരു അറ്റാക്ക് ഈ ഫ്ലൈറ്റിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് ഈ ഫ്ലൈറ്റിന്റെ ഓണർമാർ തന്നെ ഇതുപോലെ ഒരാളെ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തുന്നത്. സോ ഇതുപോലുള്ള ഈ എയർ മാർഷൽ ആണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ എയർ ഹോസ്റ്റേഴ്സ് കയ്യിലുണ്ടായിരുന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഇയാളുടെ കഴുത്തിലേക്ക് കുത്തി കയറ്റി ഇയാളുടെ ബോധം കളയാണ്. എന്നാൽ ഈ കാര്യമൊന്നും നമ്മുടെ കാർസിന് അറിയുന്നില്ല കേട്ടോ. കാർസിന് അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരാൾ അവന്റെ കുറുകെ വന്ന് നിൽക്കുകയാണ്. എങ്ങോട്ടേക്കാണ്? അവിടെ നിൽക്കുകയെന്ന് പറയണം. അവന്റെ കോളറിൽ കയറി പിടിക്കുകയാണ്. ആ സമയത്ത് ഈ കോളറിൽ കയറി പിടിച്ച ആളുടെ കയ്യിൽ കാണിക്കുന്നുണ്ട് പാമ്പിന്റെ ചിഹ്നം, ടാറ്റു അടിച്ചതുപോലെയുള്ള ഒരു ചിഹ്നം. പിന്നെ കാർസൻ ചുറ്റും നോക്കുന്ന സമയത്ത് അവന്റെ ചുറ്റും ഈ വില്ലന്റെ ആൾക്കാർ തന്നെയാണ്. അതായത് ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനി അടിച്ചു മാറ്റിയ ആ ഒരു ബോസ് ഉണ്ടല്ലോ, അയാളുടെ ആൾക്കാർ തന്നെയാണ്. ആകെ ഭയത്തിൽ കാർസൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ അടുത്ത് വന്നിരുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവളുടെ പേര് സോണി എന്നാണ്. അവളാണ് നമ്മുടെ ഈ ഒരു കഥയുടെ നായിക. അപ്പൊ അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാർസനെ രക്ഷപ്പെടുത്താണ്. മോശം പറയരുതല്ലോ, ഒരാളെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുക അതിനേക്കാൾ ഗംഭീരമായിട്ട് തന്നെ സോണി ഇവന്മാരോട് ഫൈറ്റ് ചെയ്യണം. എല്ലാത്തിനെയും അടിച്ചൊരു പരിവാക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എയർ ഹോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവള് മറ്റേ കെല്ലിയാണ്, അതായത് ആ ഒരു ബോസിന്റെ റൈറ്റ് ഹാൻഡ്. എന്തായാലും ഇവന്മാരെയൊക്കെ അടിച്ചിട്ടതിന് ശേഷം സോണി ഉണ്ടല്ലോ ഫ്ലൈറ്റിന്റെ ഡോർ തുറക്കാണ്. തുറന്ന വാർഡ് തന്നെ കാർസൻ പറയുന്നുണ്ട്, എന്റെ പൊന്നുമോളെ ഇതിലൂടെ ചാടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം നിന്റെ സകലമാന അസ്ഥികളും ഈ ചാട്ടത്തിൽ നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. എന്നാൽ ഇതൊന്നും നോക്കാതെ സോണി ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു പാരച്യൂട്ട് എടുത്ത് ധരിക്കുകയാണ്. ഇതിനുശേഷം ഒന്നും നോക്കിയില്ല നമ്മുടെ കാർസനായിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഇവൻ ആ ഒരു ഡോറിലൂടെ താഴേക്ക് വീഴുകയാണ് കേട്ടോ. അതിന്റെ പിന്നാലെ തന്നെ സോണിയും ചാടിയിട്ട് അവൻ എങ്ങനെയൊക്കെയോ എയറിൽ വെച്ച് പിടിക്കുകയാണ്. പിന്നീട് പാരച്യൂട്ട് ഓൺ ആക്കിയിട്ട് അവർ സേഫ് ആയിട്ട് താഴേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് മറ്റേ കെല്ലി ഉണ്ടല്ലോ, എയർ ഹോസ്റ്റേഴ്സിന്റെ വേഷം തിരിച്ച കെല്ലി, അവള് വന്നിട്ട് നോക്കുകയാണ്. അവൾക്കാകെ അമ്പരപ്പ് തോന്നാണ്. അതായത് അവള് വിചാരിച്ചത് ഈ കാർസൻ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് ചാടിയെന്നാണ്. അപ്പൊ അവൾക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുകയാണ്. ഒരു പാരച്യൂട്ട് പോലും ഇല്ലാതെ ഒറ്റക്കിടിച്ച് ചാടിയോ, അവൻ അത്രക്കും ധൈര്യമോ? ഈ പുതിയ ലൈബ്രറിന് ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ ആളൊരു ഗംഭീരനായിരിക്കുമല്ലോ എന്നെല്ലാം പറഞ്ഞ് കെല്ലിക്ക് അവനോട് ക്രഷ് അടിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർസനെയും ഈ സോണിയും നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ സേഫ് ആയിട്ട് തന്നെ ആമസോൺ കാട്ടിന്റെ ഉള്ളിലേക്ക് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പൊ വീണ് കഴിഞ്ഞ സമയത്ത് കാർസൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എന്നെ കൊല്ലാൻ നോക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സോണി ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഈ കാട്ടിലേക്ക് വന്നതല്ലേ, നമുക്ക് ഒരുമിച്ച് ഇനി മുന്നോട്ടേക്ക് പോകാന്ന് പറയണം. അപ്പൊ നീ ആരാണെന്നൊക്കെ ഇപ്പൊ കാർസൻ ചോദിക്കുമ്പോൾ സോണി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ID കാർഡ് കാർസൻ ഇട്ട് കൊടുക്കാണ്. നോക്കുമ്പോൾ ഈ സോണിയും ഒരു ലൈബ്രറിയനാണ്. അതായത് വ്യക്തമായ പദ്ധതിയോട് കൂടിയിട്ട് തന്നെയാണ് സോണി കാർസന്റെ അടുത്തേക്ക് വന്നത്. മാത്രമല്ല അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവനീ പോകുന്നത് ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ രണ്ടാമത്തെ ഭാഗം കണ്ടുപിടിക്കാനാണെന്ന് സോണിക്ക് അറിയാം. അതുകൊണ്ട് ഈ യാത്രയിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു കാട്ടിലൂടെ മുന്നോട്ടേക്ക് പോകണം. പക്ഷേ മുന്നോട്ടേക്കുള്ള ആ ഒരു യാത്രയിൽ വഴി കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നല്ല ഉയരമുള്ള മരത്തിന്റെ മുകളിലേക്ക് കയറണം. സോ അതുപോലെ തന്നെ കാർസൻ മരത്തിന്റെ മുകളിലേക്ക് കയറി നോക്കിയിട്ട് ഒരു മല കണ്ടുപിടിക്കാണ്. അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഡയറക്ഷനിൽ പോവാന്ന് പറയാണ്. അങ്ങനെ ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ കാർസൻ ഒരുപാട് വളവളാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സോണി വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഭയങ്കര റഫായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഈ സോണി. കയ്യിലൊരു വാളുണ്ട്. അവൾ ആ ഒരു വാൾ ഉപയോഗിച്ച് മുന്നത്തെ ആ ഒരു കാടൊക്കെ വീശി ഒരു വഴി ഉണ്ടാക്കിയിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകണം. ഇതേ നേരം തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ആ ഒരു ബോസിന്റെ ആൾക്കാർ വന്നിറങ്ങിയിട്ടുണ്ട്. ആ മുട്ട അതുപോലെ തന്നെ കെല്ലി ഇവരും ഇപ്പൊ താഴേക്ക് ചാടി രക്ഷപ്പെട്ട നമ്മുടെ കാർസന്റെയും സോണിയുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കാർസനെയും സോണിയും നോക്കുകയാണെങ്കിൽ ഇവർ കാട്ടിലൂടെ പോയി അവസാനം വലിയൊരു വെള്ളച്ചാട്ടത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ ഈ മലയിൽ നിന്നും അപ്പുറത്തെ മലയിലേക്ക് പോകാനായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു മരത്തിന്റെ പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ചുറ്റുള്ള ആ ഒരു വെള്ളച്ചാട്ടവും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ ഭംഗിയേക്കാൾ ഉപരിയായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു പാലം അത് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന്. ഇപ്പൊ കാർസൻ ഈ ഒരു പാലത്തിലേക്ക് നോക്കിയിട്ട് കുറച്ച് നിരീക്ഷിച്ചു. അവൻ പറയാണ് ഏകദേശം ഒരു 800 വർഷമുണ്ട് ഈ ഒരു പാലത്തിന്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഇതിന്റെ മുകളിലൂടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൊളിഞ്ഞു വീഴും. പിന്നെ അറിയാലോ കാർസൻ ഒരു കാര്യം നോക്കി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അത് അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ സോണി പറയാണ് നീ ഒന്നും മിണ്ടാതൊന്ന് വന്നേന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ അങ്ങനെ നടക്കുകയാണ്. എന്നാൽ പറഞ്ഞതുപോലെ ഈ പാലം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നൊന്നുമില്ല. അപ്പൊ കാർസൻ പറയാണ് എന്റെ കാൽക്കുലേഷൻ അങ്ങനെ സാധാരണ തെറ്റാറില്ലല്ലോ, ഇതിപ്പോ എന്താ ഇങ്ങനെ? എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ കാർസൻ നടന്നിരുന്ന ആ ഒരു പലക പൊട്ടി അവൻ താഴേക്ക് ഒരൊറ്റ പോക്കാണ്. ആകെ പേടിച്ചു പോയ സോണി വന്ന് നോക്കുമ്പോൾ കാർസൻ അടിയിലുണ്ടായിരുന്ന പലകയിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മുടെ സോണി എങ്ങനെയൊക്കെയോ കാർസനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നത് പേടിക്കൊന്നും വേണ്ട, രക്ഷപ്പെട്ടില്ലേന്ന്. എന്നാൽ ഇപ്പൊ രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു 2-3 പലകയുടെ ഒരു പീസ് ഉണ്ട്, അത് തന്നെ ഇളകി പോവാണ്.
പോവാണ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇനി നിൽക്കുകയാണെങ്കിൽ പണി കിട്ടുന്നു. രണ്ടുപേരും ഒന്നും നോക്കിയില്ല, പരമാവധി ഫോഴ്സിൽ മുന്നോട്ടേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു വിഷ്വൽ നിങ്ങൾ നോക്കിയേ, ബേക്കിൽ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ തകർന്നു വീഴുന്ന ആ ഒരു പാലം. എന്തായാലും ഈ ഒരു വിഷ്വൽ അടിപൊളിയല്ലേ? ഇതുപോലെ തന്നെ ഇവർ വേഗം മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. ഓടുന്നതിനനുസരിച്ച് പാലം തകർന്ന് വീഴുന്നുണ്ട് കേട്ടോ. അവസാനം ഇവർ അപ്പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. അതായത് കാർസൻ പറഞ്ഞതുപോലെ തന്നെ ആ പാലത്തിന് ഇവരെ താങ്ങാനുള്ള ശക്തിയൊന്നും ഇല്ലായിരുന്നു. അത് ഏകദേശം ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും സേഫ് ആയിട്ട് ഇപ്രഭാഗത്തേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നേരെ മുന്നോട്ടേക്ക് വീണ്ടും നടക്കുകയാണ്. പോകുന്ന വഴിയിൽ വിചിത്രമായിട്ടുള്ള ഒരു മരം കാണുകയാണ് കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ പ്രാണികൾ ആ ഒരു മരത്തിനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കാർസൻ ഒരു കല്ലെടുത്തുകൊണ്ട് ആ മരത്തിനിട്ട് ഒരൊറ്റ ഏറിയാണ്. അപ്പൊ അതിലുണ്ടായിരുന്ന ആ ഒരു പ്രാണികൾ മുഴുവനായിട്ടും അവിടെ ഇങ്ങനെ പാറി നടക്കുകയാണ് കേട്ടോ. ഇവർക്ക് ശല്യമായിട്ട് തോന്നുകയാണ്. എന്തോ ഒരു കഴപ്പ്. കാർസൻ അറിയാലോ, ആള് ഇടക്കിടക്കൊക്കെ മണ്ടത്തരം കാണിക്കാറുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും നടന്ന് ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. എവിടുന്ന് ഒരു മുയലിനെ പിടിച്ച് തല്ലിക്കൊന്ന് ഒരു തീയെല്ലാം റെഡിയാക്കി അതിൽ ആ ഒരു മുയലിനെ ചുറ്റെടുക്കുന്ന സമയത്ത് കാർസൻ ഇപ്പൊ സോണിയോട് ചോദിക്കണം, അല്ല നീ എന്താ ഇങ്ങനെ ഒരു ഭയങ്കര റൗഡായിട്ട് എപ്പോഴും മര്യാദക്ക് സംസാരിക്കാതെ? കുറെ നേരമൊന്നും സോണി ഒന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ കാർസൻ ചോദിച്ചുകൊണ്ട് അവള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. നിനക്ക് മുന്നേ ആ ഒരു ലൈബ്രറിയിൽ ഒരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നില്ലേ കയ്യിൽ? എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന് ഞാനും കൂടെ ഇതേ ദൗത്യത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് തേടി വരുന്ന ആ ഒരു ബോസ് ഉണ്ടല്ലോ, അയാൾ അവനെ കൊന്നു കളഞ്ഞു. ആ ഒരു കാര്യം എന്നെ വല്ലാതെ ഷോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരമാവധി ഒരാളുമായിട്ട് ഞാൻ വല്ലാതെ അടുക്കാത്തത്. നമ്മൾ ഒരാളുമായിട്ട് വല്ലാതെ അടുത്തു കഴിഞ്ഞാൽ അയാളുടെ വേർപാട് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും എന്നൊക്കെ സോണി ഇങ്ങനെ പറയുന്ന സമയത്ത് കാർസനും ഒരുപാട് വിഷമാവാണ്. ഇതേ സമയത്തിന് ഇവരൊച്ച കേൾക്കുന്നുണ്ട്. ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് കാട്ടുവാസികളായിരുന്നു. കാർസൻ കയ്യിലുണ്ടായിരുന്ന ആയുധം എടുക്കാൻ നോക്കുമ്പോൾ സോണി പറയാണ്, ഒന്നും ചെയ്യണ്ട, ആയുധം എടുത്താൽ അവർക്ക് ദേഷ്യം വരുന്നു, അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവരുടെ കൂടെ പോവാന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു കാട്ടുവാസികളുടെ കൂടെ അവരങ്ങനെ പോകുന്നുണ്ട്. ഇവരുടെ മൂപ്പന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കാർസൻ ഇവരുടെ ആ ഒരു ഭാഷകളൊക്കെ ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പഠിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ആ ഒരു ഭാഷ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു മൂപ്പനോട് സംസാരിക്കുകയാണ്. മൂപ്പൻ ഇപ്പൊ കാർസനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആ രാത്രിയിൽ രാജമര്യാദന് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും അതുപോലെ തന്നെ കിടക്കാൻ നല്ല സൗകര്യങ്ങളും എല്ലാം ആയിട്ട് ആ ഒരു രാത്രി അടിപൊളിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നമ്മുടെ സോണി നോക്കുന്ന സമയത്ത് അവിടെ കാർസനെ കാണാനില്ല. ചെറിയൊരു ഭയത്തിൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ കാട്ടുവാസിയായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ കാർസൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഫണ്ണി ആയിട്ടുള്ള, അത്ര സീരിയസ് അല്ലാത്ത, ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഇതൊക്കെ കണ്ട സമയത്ത് നമ്മുടെ സോണിക്ക് അവനോട് ഒരു ക്രഷ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്ന് ഇതേ സമയത്ത് തന്നെ ഇവരെ തേടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ബോസിന്റെ ആൾക്കാർ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. മേലേക്ക് നോക്കി വെടി പൊട്ടിക്കാണ്. പെട്ടെന്ന് തന്നെ സോണി കാർസനെയും കൂട്ടിയിട്ട് ഈ മൂപ്പന്മാരുടെ ഇടയിലൂടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു ബോസിന്റെ ആൾക്കാർ, അതായത് ആ ഒരു മൊട്ട കെല്ലി, പിന്നെ ഇവരുടെ ആ ഒരു ഗ്യാങ്, എന്തായാലും രണ്ടുപേർക്കിടയിലും ഒരു ചേസ് നടക്കണം. അവസാനം നമ്മുടെ കാർസനും സോണിയും ഓടി 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 ഒരു ഡെഡ് എൻഡിന്റെ മുന്നിലെത്തുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കാർസന്റെ കയ്യും കാലും കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. കാരണം അത്രയും ഹൈറ്റുള്ള ഒരു കുഴിയായിരുന്നു. മാത്രമല്ല അതിന്റെ താഴ്ഭാഗത്ത് ശക്തിയായിട്ട് ഒഴുകുന്ന ഒരു നദിയും. ഇപ്പൊ കാർസനെ സോണി ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് അവനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. നിനക്ക് എന്താ പറയാ, എന്നെ വിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കാർസൻ എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ്. നീ എന്തിനാ ഈ ചിരിക്കുന്നത്? നീ ഇങ്ങനെ ചിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു പരിപാടി നീ ഒപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു തീർന്നില്ല. കാർസനെ പിടിച്ച് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒരൊറ്റ തള്ളനയം കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ സോണിയും എടുത്തു ചാടുകയാണ്. അലറി വിളിച്ചുകൊണ്ടാണ് കാർസൻ ഇപ്പൊ ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നത് കേട്ടോ. പിന്നെ ആ ഒരു നദിയിലൂടെ ഇവരങ്ങനെ മുന്നോട്ടേക്ക് ഒലിച്ചു പോകുന്നുണ്ട്. ഈ സമയത്താണ് കെല്ലിയും ആ ഒരു മുട്ടയും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ കെല്ലി നോക്കുമ്പോൾ കാർസൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. അവൾക്ക് വീണ്ടും ക്രഷ് അടിക്കുകയാണ് ഈ ഒരു കാർസനോട്. ഈ ലൈബ്രറിയന് വീണ്ടും ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ഇയാൾ ഭയങ്കര ധൈര്യശാലി തന്നെയാ കേട്ടോ. സോ ആ ഒരു ധൈര്യത്തിന്റെ പേരിൽ കെല്ലിക്ക് അവനോട് വീണ്ടും ക്രഷ് അടിച്ചു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ധൈര്യശാലി കാർസൻ അവരെങ്ങനെയൊക്കെയോ വെള്ളത്തിൽ നിന്ന് തൂക്കിയെടുത്തിട്ട് നമ്മുടെ സോണി കരയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കാർസന് ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഒരു ഡയറക്ഷൻ പറയാണ്, ഇത്ര ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മായന്മാരുടെ ഒരു പിരമിഡിന്റെ അടുത്തേക്ക് എത്താന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഡയറക്ഷനിലേക്ക് ഇവരങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി അവസാനം നമ്മുടെ കാർസൻ പറഞ്ഞതുപോലെ തന്നെ മായന്മാരുടെ പുരാതനമായിട്ടുള്ള ഒരു പഴയ പിരമിഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പുസ്തകവും കാര്യങ്ങളൊക്കെ ഇപ്പൊ കാർസൻ വായിച്ചു നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു പിരമിഡിന്റെ മുന്നിൽ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ചില സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അവിടെ ഇവിടെയൊക്കെ തൊടുന്നുണ്ട്. അപ്പൊ ഇത് തൊട്ട് കഴിഞ്ഞപ്പോൾ കാർസൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ വാതിൽ തുറക്കേണ്ടതാണല്ലോ, ഇതെന്താ തുറക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ നിന്നിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതിന്റെ അടിഭാഗം ഓപ്പൺ ആയിട്ട് രണ്ടുപേരും കൂടെ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഒരൊറ്റ പോക്കങ്ങ് പോവാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലോക്ക് തന്നെയാണ് അൺലോക്ക് ചെയ്തിട്ടുള്ളത്. ഡോറ് മുൻഭാഗത്തല്ല തുറക്കുക, അത് താഴ്ഭാഗത്താണ് തുറക്കുക. ആ ഡോറ് തുറന്ന് ഇവർ നേരെ താഴേക്ക് വീഴുന്നുണ്ട്. ഒരു പ്രതലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തായാലും രണ്ടുപേരും കൂടെ ഇപ്പൊ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് മുന്നിലായിട്ട് വലിയൊരു കുഴി കാണുകയാണ് കേട്ടോ. ഇതെന്താണെന്ന് സോണി ചോദിച്ചപ്പോൾ ഇപ്പൊ കാർസൻ പറയാണ്, ഇത് മായന്മാരുടെ ഗുഹയാണ്, ഇത് അവരുടെ കുഴിയാണ്. ഇതിൽ എന്തായാലും ഒരുപാട് ട്രാപ്പുകൾ ഉണ്ടാവും. ദാ നോക്കിക്കേ, ഒരുപാട് കൂർത്തു നിൽക്കുന്ന കല്ലുകളും കമ്പികളൊക്കെ കണ്ടില്ലേ? ഇവർ അതിന്റെ ഇടയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ തലയോട്ടി കാണുന്നുണ്ട്, അസ്ഥികൂടങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ രണ്ടാമത്തെ ഭാഗം തേടി ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരുടെ ബോഡിയാണത്. പക്ഷേ ഈ വലിയൊരു കുഴി താണ്ടിക്കൊണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു വഴി കാണുന്നില്ല. സോ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സീക്രട്ട് ഉണ്ടാവും. പക്ഷെ വഴി കാണാതെ നിൽക്കുന്ന അതേ സമയം തന്നെ ഇവരുടെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു പാറയുടെ ആ ഒരു തിണ്ടുണ്ടല്ലോ, ചുമരുണ്ടല്ലോ, ഇത് ഇവരെ തള്ളാനായിട്ട് പയ്യെ മുന്നോട്ടേക്ക് വരികയാണ്. അതായത് ഈ കല്ലിങ്ങനെ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ
ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു കുഴിയിലേക്ക് വീഴും. ആ ഷാർപ്പായിട്ടുള്ള കല്ലുകളിലേക്ക് ചെന്ന് വീണ് ഇവർ മരണപ്പെടുകയും ചെയ്യും. ഇപ്പൊ സോണിക്ക് ആകെ പേടിയാവുന്നുണ്ട്. കാർസിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അവൻ വേഗം തന്നെ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. അതായത് രഹസ്യമായിട്ടുള്ള എന്തോ ഒരു വഴിയുണ്ട് ഇതിന് ക്രോസ് ചെയ്ത് പോകാനായിട്ട്. ഇനി അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു പാറ അതിങ്ങനെ നീങ്ങി വന്ന് ഇവരുടെ അടുത്തേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. എന്തായാലും വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ഇവർ ആ ഒരു കുഴിയിലേക്ക് വീഴും. ഈ സമയത്ത് കാർസൻ പറയാണ്, സോണി നിനക്ക് എന്നെ വിശ്വാസമല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഭാഗത്തേക്ക് ഒരു പ്രത്യേക സ്പീഡിൽ നീ ചാടണം എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു കുഴിയുടെ മുകളിലേക്ക് തന്നെ എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ അവർ താഴേക്ക് വീഴുന്നില്ല. വായുവിൽ അങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. എന്നാൽ അവിടെ അദൃശ്യമായിട്ടുള്ള ഒരു പാലുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു കുഴി ക്രോസ് ചെയ്ത് പോകാനുള്ള ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ അദൃശ്യമായിട്ടുള്ള ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ പയ്യെ കാല് വെച്ച് അത് എവിടെയുള്ളത് നോക്കിയിട്ട് കാർസനും സോണിയും കൂടെ മുന്നോട്ടേക്ക് പോകാൻ കേട്ടോ. ശരിക്കും വിചിത്രമായിരുന്നു ആ ഒരു പാലം. മായന്മാരുടെ ഓരോ കലവിരുതുകളെ. എന്തായാലും ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിയ സമയത്ത് ഒരു ഗുഹയുടെ അല്ലെങ്കിൽ മറ്റൊരു അറയുടെ ഉള്ളിലായിട്ട് ഇവർക്ക് ആ ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ട്. സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ രണ്ടാമത്തെ കഷ്ണം. അതിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കോറിഡോർ പോലെയുള്ള ഒരു എന്താ പറയാ നീളത്തിലുള്ള ഒരു വഴി കാണുന്നുണ്ട്. സോ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. എന്നാൽ പോകുന്ന വഴിയിൽ എന്തായാലും ട്രാപ്പ് ഒരുപാട് ഉണ്ടാവുമല്ലോ. ഒരു ട്രാപ്പിലേക്ക് ഇവർ ചെന്ന് ചവിട്ടുകയാണ്. അടുത്ത നിമിഷം തന്നെ ഈ ഒരു നീണ്ട വരാന്ത പോലെയുള്ള സ്ഥലത്തിൽ ട്രാപ്പുകൾ ആക്റ്റീവ് ആകുകയാണ്. ആദ്യം തന്നെ ഒരുപാട് കൂർത്ത കമ്പി കഷ്ണങ്ങൾ അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് പോകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സെക്ഷനിൽ തീയമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ സെക്ഷനിൽ വലിയ ബ്ലേഡുകൾ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് മിസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഇവരുടെ ദേഹത്ത് കയറിയാണ്. അപ്പൊ ആ ഒരു ഭയത്തിൽ രണ്ടുപേരും ഇതിലേക്ക് കുറച്ചേരം അങ്ങനെ നോക്കി നിന്ന സമയത്ത് ഇവറ്റകൾ അതായത് ഈ അമ്പും അതുപോലെ തന്നെ ഈ ഒരു ബ്ലേഡുകളും മൂവ് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ആ ഒരു പാറ്റേൺ കുറച്ചു നേരം ഒബ്സർവ് ചെയ്തിട്ട് ഇവർ മനസ്സിലാക്കി. ഇതിനുശേഷം രണ്ടുപേരും കൂടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് ഡാൻസ് കളിച്ച് മുന്നോട്ടേക്ക് പോകണം. ആദ്യം തന്നെ ആ അമ്പുകൾ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തി. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ തീയമ്പുകളാണ്. ഇതും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തി. ഇനി മൂന്നാമത്തെ സെക്ഷൻ ആ ഒരു വലിയ ബ്ലേഡുകളാണ്. ഇതിനെയും ക്രോസ് ചെയ്ത് ഇവർ അപ്പുറത്തേക്ക് എത്തുകയാണ്. ആ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് എന്താ പറയാ കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. എന്നാൽ ഇതൊന്നും അവരെടുക്കാൻ പോകുന്നില്ല. പകരം അവരുടെ ലക്ഷ്യം ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ രണ്ടാമത്തെ കഷ്ണമാണ്. കണ്ടപാട് തന്നെ ചെറിയൊരു ആർത്തി പോലെ എന്തോന്ന് ഈ സോണിക്ക് തോന്നിയിട്ട് അവള് വേഗം അത് എടുക്കാൻ പോകുമ്പോൾ ഇപ്പൊ കാർസൻ വേഗം തടുക്കാണ്. നീ എന്താ അബദ്ധം ഈ കാണിക്കാൻ വന്നേ, ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് അവളെ പിന്നിലേക്ക് വലിക്കുകയാണ്. എന്നിട്ട് നിലത്തുണ്ടായിരുന്ന ഒരു സ്വർണ്ണത്തിന്റെ പാത്രം എടുത്ത് സ്പിയർ ഓഫ് ഡെസ്റ്റിനിക്ക് ഇട്ട് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. അത് താഴേക്ക് വീണു. അടുത്ത നിമിഷം തന്നെ ഇവരത് എടുക്കാനായിട്ട് നിന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് വലിയൊരു പാറക്കല്ല് വന്നിട്ട് തോന്നിട്ട് അങ്ങോട്ട് വീഴാണ്. സോണി അങ്ങ് ഞെട്ടിപ്പോയി. അതായത് അവളെങ്ങാനും ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ രണ്ടാമത്തെ കഷ്ണം അവിടെ നിന്ന് എടുത്തായിരുന്നെങ്കിൽ ആ കല്ലിന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോയേനെ. എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു പീസ് എടുക്കാണ്. എന്നിട്ട് ഇതുമായിട്ട് കുറച്ചധികം സാഹസികമായിട്ട് തന്നെ നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴല്ലേ അടുത്ത ട്വിസ്റ്റ്. ഇവരെ തേടിക്കൊണ്ട് ഓൾറെഡി ആ ഒരു ബോസിന്റെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ആ ഒരു ബോസിന്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോവാണ്. ഇപ്പൊ ആ ഒരു ബോസ് ഇവരുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ബോസിനെ കണ്ട സമയത്ത് നമ്മുടെ സോണി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം എന്താ അറിയോ, ആ ഒരു ലൈബ്രറിയിൽ നമ്മുടെ കാർസൻ വരുന്നതിന് മുന്നേ മറ്റൊരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ, അയാൾ മരിച്ചുപോയെന്നും പറയുന്നില്ലേ. അയാൾ നമ്മുടെ സോണിയുടെ ബോയ് ഫ്രണ്ട് കൂടിയായിരുന്നു. ആ മരിച്ചുപോയി എന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ട് ആണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു നിൽക്കുന്നത്. അതായത് ആ ഒരു കയ്യിൽ ഒരു സമയത്ത് ഇവൻ ഒരുപാട് പ്രണയിച്ചതായിരുന്നു. ഈ സാധനം എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് കയ്യിലിനെ കൊല്ലുന്നത് അവൾ നേരിട്ട് കണ്ടതാണ്. അത് കണ്ട് അവൾ ഒരുപാട് വിഷമിച്ചതാണ്. നീ അപ്പം മരിച്ചിട്ടില്ലേ എന്ന് ഭയങ്കര ഞെട്ടലോട് കൂടിയിട്ട് കയ്യിൽ നോക്കിയിട്ട് സോണി ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, അതെന്റെ ഒരു വ്യക്തമായ പദ്ധതിയായിരുന്നു. എന്നെ കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി നിന്റെ മുന്നിൽ വെച്ച് ഒരു നാടകം കളിച്ചു. ആ നാടകമാണ് നീ ഇപ്പൊ കണ്ടത്. അതുപോലെ തന്നെ നീ മറ്റൊരാളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും സാധനം എന്റെ കയ്യിൽ കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ പീസ് അത് ഞാൻ വളരെ നിസാരമായിട്ട് തന്നെ കണ്ടുപിടിക്കും. അതിനുള്ള ആ ഒരു ബുക്ക്, ആ ഡീറ്റെയിൽസ് ഈ ബുക്കിലുണ്ടല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് ആ രണ്ടാമത്തെ കഷ്ണവും അതുപോലെ തന്നെ ആ ഒരു ബുക്കും ഈ ഒരു കയ്യിൽ ഇയാളുടെ കയ്യിലേക്ക് മേടിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരെയും കൊന്നു കളയാൻ വേണ്ടിയിട്ട് ഈ കയ്യിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ കാർസൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മൂന്നാമത്തെ കഷ്ണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതെന്താ, എനിക്ക് കിട്ടിയാൽ പുസ്തകത്തിൽ എല്ലാ കാര്യം എഴുതി വെച്ചിട്ടില്ലേ, നോക്കി വായിച്ച് അങ്ങ് പോയാ പോരെ. ഇപ്പൊ കാർസൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു പുസ്തകം ഒന്ന് തുറന്നു നോക്കിയെന്ന്. ഇപ്പൊ കയ്യിൽ പുസ്തകം തുറന്നു നോക്കുമ്പോൾ അതിൽ ആ ഒരു ഭാഷ അവന് മനസ്സിലാവുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് കാർസൻ അത് പഠിച്ചത് കൊണ്ട് തന്നെ അവൻ ആ ഒരു ഭാഷ നന്നായിട്ട് അറിയാം. ഇപ്പൊ കയ്യിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. മര്യാദക്ക് പറഞ്ഞോ അല്ലെങ്കിൽ സോണിയെ ഞാൻ കൊന്നുകളയെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ കാർസൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ മൂന്നാമത്തെ കഷ്ണമുള്ളത് ഹിമാലയത്തിലാണ്. എന്തായാലും പിന്നീട് ഈ കാർസനെയും അതുപോലെ തന്നെ സോണിയും കൂട്ടിയിട്ട് കയ്യിലും കയ്യിലെ ആൾക്കാരും കൂടെ നേരെ ഹിമാലയ പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുഴുവനായിട്ടും പർവ്വതത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററിലൂടെ അങ്ങനെ പോകാൻ കഴിയില്ല. അത് പ്രകൃതിപരമായിട്ടുള്ളൊരു വിഷയമാണ്. സോ ഒരു പ്രത്യേക ഭാഗത്ത് ഇവരെല്ലാവരും ഇറങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങാൻ കേട്ടോ. എന്നാൽ ആ ഒരു യാത്ര വളരെയധികം കഠിനമായിരുന്നു. ശക്തമായ കാറ്റും തണുപ്പും അതുപോലെ തന്നെ മഞ്ഞ് ഇടിച്ചലും. ഇതിനിടയിൽ നമ്മുടെ കാർസൻ പെട്ടുപോവാണ്. അവൻ ചവിട്ടിയ ഒരു മഞ്ഞിന്റെ കട്ട ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാണ്. അവനും ഇതുപോലെ തന്നെ താഴേക്ക് വീണ സമയത്ത് പെട്ടെന്ന് തന്നെ സോണി ഒരു കയർ എറിഞ്ഞ് അവന്റെ കയ്യിൽ കുടുക്കി അവനെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി.
രക്ഷപ്പെടുത്തുകയാണ്. ഇതുപോലെ ഒരുപാട് ദുർഘടമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ നേരിട്ട് അവസാനം നമ്മുടെ ഈ ഒരു കാർസൻ പറഞ്ഞ ഡയറക്ഷനിലേക്ക് പോയി ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറെ ബുദ്ധന്മാരുടെ ഒരു അമ്പലം കാണുകയാണ് കേട്ടോ. കുറെ ബുദ്ധസന്യാസിമാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഗൺ പോയിന്റിൽ അവരെല്ലാവരെയും നിർത്തി അവരെ ഭീഷണിപ്പെടുത്തി സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ മൂന്നാമത്തെ ഭാഗം അത് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു ബുദ്ധൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോവാണ് ഒരു ശിലയുടെ അടുത്തേക്ക്. ഇതിന്റെ ഉള്ളിലാണ് ആ സാധനം ഉള്ളത്, പക്ഷേ അതെങ്ങനെ എടുക്കാന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ് സാധുക്കളായിട്ടുള്ള കുറെ സന്യാസിമാർ കേട്ടോ. ഇപ്പൊ ഈ ഒരു കയ്യിലിനും അറിയില്ല അതെങ്ങനെ എടുക്കേണ്ടതെന്ന്. പെട്ടെന്ന് തന്നെ കയ്യിൽ ഗണ്ണെടുത്ത് സോണിയുടെ തലയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ കാർസനോട് അത് തുറക്കാൻ വേണ്ടി പറയാണ്. കാർസന് ഏകദേശം ധാരണയുണ്ട് കേട്ടോ. ആ ഒരു പുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു ശിലയുടെ പല ഭാഗത്തായിട്ട് ചില ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സിൽ ചില ലെറ്ററിൽ മാത്രം പ്രസ് ചെയ്തപ്പോൾ അതിന്റെ നടുഭാഗം ഓപ്പൺ ആയിട്ട് ഉള്ളിലേക്ക് ചെറിയൊരു ഹോള് വരികയാണ്. ആ ഹോളിന്റെ ഉള്ളിലായിട്ട് സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ മൂന്നാമത്തെ ഭാഗമുണ്ട്, അതായത് അതിന്റെ ഏറ്റവും ടോപ്പിലെ ആ ഒരു ഭാഗം. ഇതിങ്ങനെ തുറന്നു വന്ന സമയത്ത് കയ്യിലിനോട് അത് എടുത്തു വന്ന് കാർസൻ പറയാണ്. അതെടുക്കാനായിട്ട് കയ്യിൽ അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാവും എന്നുള്ളൊരു ഭയം കാരണം കാർസനോട് തന്നെ അത് എടുക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ കാർസൻ അതിന്റെ ഉള്ളിലേക്കായിട്ട് സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ ഏറ്റവും മുകളിലത്തെ ആ ഒരു മൂന്നാമത്തെ ഭാഗം എടുക്കുകയാണ് കേട്ടോ. എന്നാൽ അപ്പം തന്നെ നമ്മുടെ സോണി കയ്യിലെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. കാർസന്റെ കയ്യിൽ നിന്നും ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനി അവൾ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെടുത്ത സമയത്ത് ആ ഒരു അമ്പലവും ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗമൊക്കെ വല്ലാതെ കിടന്ന് ഇളകാൻ തുടങ്ങുകയാണ്, ഒരു ഭൂമി ഉൽക്കം സംഭവിക്കുന്നത് പോലെ. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധുക്കളാണെന്ന് കരുതി ആ ഒരു ബുദ്ധന്മാരും വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ഈ സോണി ഉണ്ടല്ലോ, കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്പിയർ ഓഫ് ഡെസ്റ്റിനിയുടെ മൂന്നാമത്തെ കഷ്ണം ഒരു ഭാഗത്തേക്ക് നോക്കി ഒരു ഒറ്റ ഏറ് കൊടുത്തിട്ട് നിനക്ക് അതല്ലേ വേണ്ടത്, പോയി എടുത്തോന്ന് പറയാണ്. ഇവരെല്ലാവരും അത് എടുക്കാൻ പോയ തക്കം നോക്കിയിട്ട് കാർസനും സോണിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പൊ കാർസൻ പറയാണ്, സോണി നീ എന്ത് അബദ്ധമാണ് ഈ കാണിച്ചത്, അവരുടെ കയ്യിൽ ഇപ്പൊ 3 കഷ്ണവും കിട്ടിയില്ലേ, അതൊരിക്കലും അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. എന്നിപ്പോ സോണി പറയാണ്, ആര് പറഞ്ഞു അവരുടെ കയ്യിൽ കിട്ടിയെന്ന്, അതിന്റെ ഒറിജിനൽ കഷ്ണം എന്റെ കയ്യിലുണ്ട്, ഞാൻ ചുമ്മാ ഒരു കത്തിയാണ് അങ്ങോട്ടേക്ക് എറിഞ്ഞത്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധൻ പറയാണ്, മക്കൾ എന്തായാലും ഈ ഒരു കഷ്ണവുമായിട്ട് ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടു വന്ന്. അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ ഈ ഒരു കയ്യിലിന്റെ കയ്യിൽ നിന്നും ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. വേഗം തന്നെ ടൗണിലേക്ക് എത്തി അവിടെ ചെറിയൊരു ഹോട്ടലിൽ മുറിയെടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് ഒരു ലേഡി കുറച്ച് ഷാമ്പയിനും 2 ഗ്ലാസുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ കാർസൻ പറയാണ്, നിങ്ങൾക്ക് റൂം മാറിപ്പോയി തോന്നുന്നു, ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ല എന്ന്. അങ്ങോട്ടേക്ക് വന്ന സോണി പറയാണ്, അത് വെച്ചേക്ക്, ഞാൻ ഓർഡർ ചെയ്താണ്. ഇതെന്തിനാ ചോദിച്ചപ്പോൾ അത് പിന്നെ നമ്മളൊരു കാര്യം നേടിയതല്ലേ, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ. ഓക്കെ എന്ന് പറയാണ്. രണ്ടുപേരും ആ ഒരു രാത്രി നന്നായിട്ടിട്ട് കീറുന്നുണ്ട്. മാത്രമല്ല പിന്നെ പറയണ്ടല്ലോ, എല്ലാം നടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വെള്ളടിച്ചേണ്ട ആ ഒരു ബോധത്തില് രാവിലെ കുറച്ച് വൈകിട്ടാണ് നമ്മുടെ കാർസൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ സോണിയെ കാണാനില്ല. അതുപോലെ തന്നെ അവൻ കൊണ്ടുവന്ന സ്പിയറിന്റെ ആ ഒരു മൂന്നാമത്തെ കഷ്ണം അതും കാണാനില്ല. ഇപ്പൊ ഒരു ബെഡ്ഷീറ്റും പൊതിഞ്ഞുകൊണ്ട് നേരെ റിസപ്ഷനിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും ഇപ്പോ നമ്മുടെ സോണിയെ കാണാനില്ല. അവള് പറ്റിച്ചു കടന്നു കളഞ്ഞു എന്ന് ഇപ്പോ നമ്മുടെ കാർസന് മനസ്സിലായി. വേഗം തന്നെ ഇപ്പൊ ജാക്സനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. അതായത് നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൈബ്രറിയൻ ഉണ്ടല്ലോ ഈ കയ്യില്, അവൻ മരണപ്പെട്ടിട്ടില്ല, അവനാണ് ഈ ഒരു കാര്യങ്ങളും ഈ മോഷണമൊക്കെ ചെയ്തത്. അതുപോലെ എന്നെ സഹായിക്കാനായിട്ട് നിങ്ങൾ വിട്ട ആ ഒരു സോണി, അവളാണെങ്കിൽ എന്നെ പറ്റിച്ച് ആ ഒരു സ്പിയറിന്റെ കഷ്ണവുമായിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയാണ്. ഇതേ സമയത്തിന് ജാക്സൺ പറയുകയാണെങ്കിൽ എന്നാ ഒരു കാര്യം സൂക്ഷിക്കണം, കാരണം അവരുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ സ്പിയറിന്റെ ആ ഒരു 3 കഷ്ണവും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസമാണ് ആ ഒരു പൂർണ്ണ പൗർണമി. ഈ ദിവസത്തിൽ നിലാവിന്റെ ആ ഒരു വെളിച്ചത്തിൽ പിരമിഡിലെ അവിടെ ഒരു പ്രത്യേകതരം ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3ഉം കൂടെ ഒന്നായിട്ട് അതിന്റെ ആ ഒരു പൂർണ്ണ ശക്തിയിലേക്ക് ആ ഒരു സ്പിയർ എത്തും. അതിന് തടുക്കണം, അതുകൊണ്ട് നീ നേരെ ഈജിപ്തിലേക്ക് പോകണമെന്ന് ഈ ഒരു ജാക്സൺ പറയുമ്പോൾ കാർസൻ പറയാണ്, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇവരുടെ നാട്ടിൽ ആ ഒരു മ്യൂസിയത്തിൽ തന്നെ പിരമിഡിന്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ കാർസൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും ഈ ബോസും അതുപോലെ തന്നെ അതായത് ഈ കയ്യിലും അവന്റെ ആൾക്കാരും ആ ഒരു സ്പിയറിന്റെ കഷ്ണവുമായിട്ട് പോയിട്ടുണ്ടാവുക. സോ രാത്രി ആയപ്പോൾ ആരും അറിയാതെ ഇവർ അങ്ങോട്ടേക്ക് പോയിട്ട് എത്തി നോക്കുമ്പോൾ കാർസനും ജാക്സനും ഒരു കാര്യം കാണാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ കയ്യിലും അവന്റെ ആൾക്കാരും സ്പിയറിന്റെ ആ ഒരു 3 കഷ്ണവുമായിട്ട് നമ്മുടെ ഈ ഒരു കാർസൻ ഉണ്ടാക്കി വെച്ച ആ ഒരു പിരമിഡിന്റെ അതിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ സോണി ഉണ്ടായിരുന്നു. എന്നാൽ സോണി സ്വയം ഇഷ്ടപ്രകാരമല്ല ഇവരുടെ കൂടെ വന്നത്, സോണിയെ കെട്ടിയെടുത്തുകൊണ്ട് തട്ടിക്കൊണ്ടുവന്നതാണ്. ആ കാര്യം ഇവിടെ വെച്ച് മനസ്സിലായ സമയത്ത് കാർസൻ വെറുതെ ആ ഒരു പെൺകുട്ടിയെ തെറ്റിദ്ധരിച്ചു. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബോസിന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ കാർസന്റെ ഹിസ്റ്ററി ടീച്ചർ ഉണ്ടല്ലോ അയാള്. ശരിക്കും ഈ ഒരു പിരമിഡ് ഈ ഒരു മ്യൂസിയത്തിൽ ഉണ്ടാക്കി വെച്ചത് അയാൾ പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ കാർസനാണ് ശരിക്കും ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. കാർസന് അതിനുള്ള ഒരു ടാലന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ യഥാർത്ഥ പദ്ധതി ഇതായിരുന്നു, ആ ഒരു സ്പിയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അതിനെ ആ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതുപോലെ ഒരു പിരമിഡ് ഇവിടെ ആവശ്യമായിരുന്നു. എന്തായാലും പിരമിഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ആ ഒരു പ്രൊഫസർ അവനെ മനഃപൂർവ്വം അവിടുന്ന് ഒഴിവാക്കിയതാണ് ഇവരുടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട്. എന്തായാലും ഇന്ന് പൗർണമി ദിവസമല്ലേ, ആ ഒരു പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം ഇപ്പോ ഈ പിരമിഡിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നടിച്ച സമയത്ത് ഒരു വല്ലാത്ത പ്രകാശം പിരമിഡിന്റെ ചുറ്റുമായിട്ട് വരികയാണ്. ഇവര് വേഗം ആ ഒരു പിരമിഡിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഒരു നിലാവിന്റെ ആ ഒരു വെളിച്ചം നീളത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ഈ 3 സ്പിയറിന്റെ കഷ്ണവും ഇപ്പൊ ഈ ഒരു ബോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ വെച്ച് ആ ഒരു 3 കഷ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് അവസാനം ഇത് ഒറ്റ കഷ്ണമായിട്ട് മാറുകയാണ്. ഇപ്പൊ ആ ഒരു വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് ബോസ് ആ ഒരു സ്പിയർ കയ്യിലേക്ക് എടുക്കുകയാണ്. എടുത്ത സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ ആ ഒരു ശക്തി എനിക്ക് ഫീൽ ആവുന്നുണ്ട് എന്ന് ഈ ബോസ് പറയണം. മാത്രമല്ല അതൊന്നും പരിശോധിച്ച് നോക്കാനായിട്ട് ഇനിയിപ്പോ കൂടെ ആളിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ വലം കൈ ആയിട്ടുള്ള ആ ഒരു മുട്ടയുടെ നെഞ്ചത്തേക്ക് തന്നെ ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. പാവം ആ മനുഷ്യന്റെ ജീവൻ ഈ ഒരു സ്പിയർ വലിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന്റെ ആ ഒരു ശക്തി കൂടെ ഇപ്പൊ ഈ ഒരു ബോസിന് കിട്ടുകയാണ്. അടുത്ത്
അടുത്തതായിട്ട് നമ്മുടെ സോണിയെയും ഈ ഒരു ബോസ് കൊല്ലാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ കാർസിനെ അങ്ങോട്ടേക്ക് വന്ന് ഇയാളെ തട്ടി തെറിപ്പിച്ചു കളയാണ്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ടീംസും അതുപോലെ തന്നെ ആ ഒരു ബോസിന്റെ വില്ലന്റെ ടീമും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റിംഗ് തുടങ്ങുകയാണ്. ഇതിനിടയിൽ നമ്മുടെ കാർസിന്റെ കയ്യിൽ അവന്റെ ഒരു ഹിസ്റ്ററി ടീച്ചറിന്റെ കയ്യിൽ കിട്ടുകയാണ്. അപ്പൊ നീ ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലേ എന്നെ കൂടെ കൂട്ടിയതും എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, നിനക്കുള്ളത് ഞാൻ തരാടാന്ന് പറഞ്ഞിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ ഒരു കെല്ലി ഉണ്ടല്ലോ പതിയെ നമ്മുടെ കാർസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സ്പീർ നമുക്ക് കൈക്കലാക്കാം, അതിന്റെ ആ ഒരു ശക്തി നമുക്ക് മാത്രമായിട്ട് എടുക്കാനും പറ്റും, നീ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി എന്ന് ഈ കെല്ലി പറയാണ്. കാരണം ഈ യാത്രയിൽ കെല്ലിക്ക് വല്ലാതൊരു ക്രഷ് കാർസിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് ഈ കെല്ലിയെ ചവിട്ടി ഇട്ടിട്ട് പറയാണ്, അവൻ എന്റെ ആളാണ്, അവളെ വളക്കാൻ വേണ്ടി നീ നോക്കണ്ടെന്ന്. മറ്റാരുമല്ല, നമ്മുടെ സോണി തന്നെ. പിന്നെ പറയണ്ടല്ലോ, സോണിയും അതുപോലെ തന്നെ കെല്ലിയും തമ്മിൽ പൂരടി തുടങ്ങുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ അപ്പാപ്പന്, അതായത് ജാക്സന്, മൂപ്പരും ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, ഈ ഒരു ബോസിന്റെ ആൾക്കാർ എടുത്തിട്ട് എറിയുന്നുണ്ട്. ഇതിനിടയിൽ ഈ ബോസ് അയാളുടെ കയ്യിലാണെങ്കിൽ ആ ഒരു സ്പിയർ ഉണ്ടല്ലോ, ഇത് വെച്ച് നമ്മുടെ കാർസനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. കാർസൻ ഇപ്പോൾ ആ ഒരു പിരമിഡിന്റെ പല ഭാഗത്തൂടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് നേരെ വീശുമ്പോൾ ഓരോ തവണയായിട്ട് ആ ഒരു സ്പിയർ അവിടുത്തെ കല്ലുകളിൽ ചെന്ന് അടിക്കുന്നുണ്ട്. എന്നാൽ ശരിക്കും കാർസൻ ഇയാൾക്ക് വേണ്ടി ഇവിടെ ഒരു ട്രാപ്പ് ഒപ്പിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇതിന്റെ ഓരോ മുക്കും മൂലയും കാർസന് നന്നായിട്ട് അറിയാലോ, കാരണം ഇത് അവനല്ലേ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ അടി കിട്ടി ഇതിന്റെ ആ ഒരു ബലം നഷ്ടമാകുകയാണ്. മാത്രമല്ല മുകളിൽ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഇരുമ്പിന്റെ സ്വർണം പോലുള്ള ഒരു പീസ് ഉണ്ടാക്കി വെച്ചില്ലേ, ഇത് അടന്നടന്ന് പതിയെ താഴേക്ക് വരികയാണ്. അതിന്റെ തൊട്ട് താഴെയായിരുന്നു ഈ ഒരു ബോസ് ഉണ്ടായിരുന്നത്. ഇയാളുടെ തലയുടെ മുകളിലൂടെ ഇത് വീഴുന്നുണ്ട്. ആ സമയത്തിന് സ്പിയർ പുറത്തേക്ക് തെറിച്ചു പോയി വീഴുന്നുണ്ട്. അത് നമ്മുടെ കാർസന്റെ കയ്യിൽ കിട്ടുകയാണ്. മാത്രമല്ല ബോസ് ആണെങ്കിൽ അരഞ്ഞ് ചമ്മന്തിയായി പോയി. പിന്നെ അപ്പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സോണിയും അതുപോലെ തന്നെ കെല്ലിയും തമ്മിൽ പൂരം ഫൈറ്റ് ആണ്. അങ്ങനെ അടി കൊണ്ട് കെല്ലി ഒരു പരുവായപ്പോൾ സോണി അവളെ നോക്കിയിട്ട് പറയാണ്, എന്റെ ചെക്കന്റെ പിന്നാലെ എങ്ങനെ വന്നാ നീ എന്താക്കടി എന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും ചാടി എഴുന്നേറ്റപ്പോൾ സോണി ഒരൊറ്റ ചവിട്ടാണ്. ആ ഒരു ചവിട്ടിൽ കെല്ലിയുടെ ബോധം പോകുന്നുണ്ട്. എന്തായാലും ഇതിനു ശേഷം ഒരുപാട് നാളുകൾക്ക് മുന്നേ ഈ ലൈബ്രറിയിൽ നിന്ന് നഷ്ടമായിട്ടുള്ള ആ സ്പിയർ ഓഫ് ഡെസ്റ്റിനി ഉണ്ടല്ലോ, അത് ഭദ്രമായിട്ട് തന്നെ ഇവരുടെ ആ ഒരു ഗോഡൌണിൽ കൊണ്ടുപോയി വെക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ആ ഒരു ഓൾഡ് വുമൺ അതുപോലെ തന്നെ ജാക്സൺ രണ്ടുപേരും കൂടി നമ്മുടെ കാർസിന് വേണ്ടി ഒരു ഗിഫ്റ്റും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ വലിയൊരു ചിത്രം അവിടെ. എന്തായാലും ഇത് കണ്ടപ്പോൾ കാർസിന് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. ഇപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു ഗോഡൌണിൽ ആരുമില്ല. അവനിപ്പോ പതിയെ മറ്റേ കിങ് ഓർദറിന്റെ ആ ഒരു വാള് പാറയിൽ കുത്തി നിൽക്കുന്നില്ലേ, അതൊന്ന് പോയിട്ട് എടുത്ത് നോക്കിയാലോ എന്ന് കരുതാണ്. എടുത്ത് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് അവന്റെ കയ്യിലേക്ക് ആ ഒരു വാൾ ഊരി വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, അവനിപ്പോ വൃത്തിയാണ് ആ ഒരു വാൾ എടുക്കാനായിട്ട്, പരിശുദ്ധനാണ്. എന്തായാലും ഈ പണിയെല്ലാം കഴിഞ്ഞ് അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ്. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുമായിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് ഒരു കഫേയിലേക്ക് പോയ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറെ ലേഡീസിനെ നോക്കിയിട്ട് പറയുന്നത്, ഡാ മോനെ, എത്ര പെൺകുട്ടികളാണ്, ഒന്നിന്റെങ്കിലും വായിലേക്ക് ഒന്ന് നോക്ക് നീ. എവിടെ നമ്മുടെ ചെറുക്കനുണ്ടോ, അവരുടെയൊക്കെ വായിൽ നോക്കുന്നു. എന്തായാലും അമ്മ ഇപ്പൊ ആ ഒരു പെൺകുട്ടികളെ നോക്കിയിട്ട് പറയണ, കൊച്ചുങ്ങളെ ഇതെന്റെ മോനാണ്, നല്ല ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, ആളിപ്പോഴും അൺമാരീഡ് ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെന്ന് നോക്കാന്ന് പറയണം. ഇപ്പൊ കാർസിന് അമ്മയെ നോക്കിയിട്ട് പറയണ, അമ്മയൊന്നും മിണ്ടാതിരിക്കോ, എനിക്ക് അവരോടൊന്നും വലിയ താല്പര്യമില്ല. ഈ സമയത്ത് അമ്മ ചോദിക്കണം, അല്ലടാ പിന്നെ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ മച്ചിയായിട്ട് ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ താല്പര്യം? ഈ സമയത്താണ് ഈ കഫേയുടെ മുന്നിലേക്ക് ഭയങ്കരമായിട്ട് ബൈക്ക് കൊണ്ട് ഒരു സാഹസം കാണിച്ചുകൊണ്ട് ഒരാൾ ചാടി വന്ന് നിൽക്കുന്നത്. ശരിക്കും നമ്മുടെ കാർസന്റെ അമ്മയും ബാക്കിയുള്ള എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ആ വന്നത് ഒരു ആണായിരിക്കും എന്ന് എല്ലാവരും കരുതി. ഇപ്പൊ ഹെൽമെറ്റ് മാറ്റി നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ സോണിയാണ്. ഇപ്പൊ സോണിയുടെ അടുത്തേക്ക് കാർസൻ ചെന്നിട്ട് പറയുന്നത്, അമ്മേ എനിക്ക് ഇവളെയാണ് ഇഷ്ടം, ഞാൻ ഇവളെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്, നമ്മൾ എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാർസൻ നേരെ സോണിയുടെ ബേക്കിലേക്ക് കയറിയിരിക്കുകയാണ്. അവരൊറ്റ പോക്കുവാണ്. ഇപ്പൊ അവന്റെ അമ്മ അതിങ്ങനെ നോക്കിയിട്ട് പറയാണ്, എന്റെ മകൻ ഇപ്പൊ അവളെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവളിപ്പോ അവനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? എന്തായാലും ഒന്നിന്റെ കൂടെ പോയില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും ഇതെല്ലാം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതായത് ട്രഷർ ഹണ്ടിങ് രീതിയിലുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഇതുപോലുള്ള കഥകൾ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കേട്ടോ.